ചാവ് പ്രാവോ നദീതീരത്ത് ഉയർന്നു വ്യാപിച്ച മനോഹരമായ ഒരു ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. തായ്ലൻഡിലോട്ട് എങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യാം? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രാത്രി 11:50 എയർ ഏഷ്യ ഫ്ലൈറ്റ് എടുത്താൽ തായ്ലൻഡ് സമയം 5 മണിക്ക് നമുക്ക് അവിടെ എത്താം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടിൽ തന്നെയുള്ള 7-Eleven സ്റ്റോറിൽ നിന്നുമാകാം. തായ്ലൻഡിൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു സ്റ്റോറാണ് 7-Eleven. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഈ സ്റ്റോറുകളിൽ നമുക്ക് ആവശ്യമായതെല്ലാം മിതമായ നിരക്കിൽ ക്വാളിറ്റിയോടുകൂടെ കിട്ടുന്നു. എയർപോർട്ടിൽ നിന്നും നമ്മൾ നേരെ പട്ടായയിലേക്കായിരിക്കും പോകുന്ന വഴിയിൽ നമ്മൾ ടൈഗർ ടോപ്പിയെ കവർ ചെയ്യുന്നു. അവിടെ നമുക്ക് ടൈഗറിനോടൊപ്പം ഫോട്ടോ എടുക്കാം, നടക്കാം. കാട് വിറപ്പിച്ച ഭീകരന്മാരെ തൊടുന്നതും തലോടുന്നതും വേറിട്ട അനുഭവമായിരിക്കും. പട്ടായയിൽ എത്തിയാൽ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത ഉടൻ നമുക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്തും ഫ്ലോട്ടിംഗ് മാർക്കറ്റും കവർ ചെയ്യാം. അന്നത്തെ ലഞ്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്നുമാകാം. ബഫറ്റ്, ക്രോക്കോഡൈൽ ബിബിക്യൂ, മാംഗോ സ്റ്റിക്കി റൈസ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടും. രണ്ടാം ദിവസം ഹോട്ടലിൽ നിന്നും കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കോറൽ ഐലൻഡിലേക്കുള്ള മനോഹരമായ ഒരു ട്രിപ്പാണ്. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഇന്ത്യൻ ലഞ്ചും നിങ്ങൾക്ക് ആസ്വദിക്കാം. തിരിച്ച് ഹോട്ടലിൽ എത്തി വൈകുന്നേരം നിങ്ങൾ അൽക്കസാർ ഷോയ്ക്ക് പോകുന്നു. ഷോ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സമയം ഓപ്പോസിറ്റുള്ള മാർക്കറ്റിൽ ചിലവഴിക്കാം. മൂന്നാം ദിവസം ന്യൂങ്നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ വിസിറ്റ് ആണ്. അവിടുത്തെ കൾച്ചറൽ ഷോസ് മിസ്സാക്കരുത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുക. ഉച്ച കഴിഞ്ഞ് നേരെ ബാങ്കോക്കിലേക്ക് യാത്ര തിരിക്കും. അന്ന് ഈവനിങ് മഹാനാഗൻ സ്കൈ വാക്ക് ആസ്വദിക്കാം. പിറ്റേ ദിവസം മനോഹരമായ ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾ, ടെർമിനൽ 21 മാൾ, ഈവനിങ് ചാവ് പ്രായ നദിയിലൂടെ മനോഹരമായ ഒരു ഡിന്നർ ക്രൂയിസ് റൈഡ്. 5-ാം ദിവസം സഫാരി പാർക്ക്, ഒറാങ്ങുട്ടൻ ഷോ പോലുള്ളവ നമുക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും. കാട് കണ്ട അനുഭൂതിയോടുകൂടെ അന്ന് ഈവനിങ് 8:50 ഫ്ലൈറ്റ് കയറിയാൽ ഇന്ത്യൻ സമയം 11:30 കൊച്ചിയിലെത്താം. ഇനി ഈ സ്വപ്നങ്ങൾ ഞങ്ങൾ ഫ്ലൈവൈറ്റ് ഹോളിഡേയ്സിന്റെ പാക്കേജിലാണ് യാഥാർത്ഥ്യമാക്കിയത്. ഈ കസ്റ്റമൈസ്ഡ് ടൂർ പ്ലാൻ പല ഏജൻസികളും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അത് നടത്തി കാണിച്ചു, അതും എക്കണോമിക്കൽ റേറ്റിൽ. ഡു ചെക്ക് ഔട്ട് ദെയർ പേജ്.